ഇതാണ് നമ്മൾ താമസിച്ച സിഞ്ചന ഹോം സ്റ്റേ എന്ന് പറയുന്ന നമ്മുടെ ഹോം സ്റ്റേ ഊട്ടിയിൽ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ്. രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ പാട് നല്ല കാറ്റാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അടിപൊളി കാറ്റാണ്. രാവിലെ തന്നെ ഭയങ്കര കാറ്റടിക്കുന്നുണ്ട്. പാറിപ്പോകുന്ന സൈസ് കാറ്റടിക്കുന്നുണ്ട് ഇവിടെ. ഞാൻ കാണിച്ചു തരാം. അടുത്തൊരു മോർണിംഗ് വ്യൂ കാണിച്ചു തരാം. അടുത്ത രാത്രി തുടങ്ങിയ കാറ്റാണ്. ഞാൻ നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ വന്നതാണ്. ഇവിടുത്തെ ഒരു മോർണിംഗ് വ്യൂ ഞാൻ കാണിച്ചു തരുന്നത്. പുറത്തോട്ടുള്ള വ്യൂ ആണ് കേട്ടത്. നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്. അവിടെ കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ട്. അത് താഴെ ഞങ്ങളാണ് ഏറ്റവും ഉയരത്തിലുള്ളത്. ഞങ്ങൾക്ക് ഇനി മുകളിലോട്ടൊന്നുമില്ല. നല്ല കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ സംസാരമൊന്നും ക്ലിയർ ഉണ്ടാവില്ല. അടിപൊളിയായിട്ട് കാറ്റടിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്നത്. അവിടെ കണ്ടോ ഗൈസ്, കോട ഇറങ്ങുന്നതാണ്. എൻ്റെ അമ്മോ, ഞാൻ പാളി പോകുമെന്ന് എനിക്ക് പേടിയില്ല. അമ്മ അതേ കാറ്റ്. ദൂരെയാണ് അവിടെ കുറച്ച് വീടുകൾ. ഇത് ഏറ്റവും ടോപ്പിലാണ് ഞങ്ങൾ വരുന്നത്. ഇത് എല്ലാവരും ഇവിടെ ഊട്ടിയിൽ വരികയാണെങ്കിൽ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യണം. കാരണം അടിപൊളി പ്ലേസാണ്. ഡെനാടുക്കൊമ്പൈ എന്ന് പറയുന്ന സ്ഥലത്ത് സിഞ്ചന ഹോം സ്റ്റേ ആണ്. അതിൽ നെസ്റ്റ് ഇൻ നേച്ചർ എന്ന് പറയുന്ന ഹോം സ്റ്റേ ആണിത്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഒന്ന് താമസിക്കണം. അടിപൊളിയാണ്. ഇവിടെ തണുത്തിട്ടാണ് കഴിച്ച് എനിക്ക് ഇവിടേക്കൊന്നും പുറത്തൊന്നും ഇറങ്ങിയിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് തണുപ്പാണ്. ഇത് ഞങ്ങളുടെ ഹോം സ്റ്റേൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ബാക്ക് സൈഡ് വ്യൂ ആണ്. നമുക്ക് അത്രയും ദൂരത്തിലാണ് ഇവിടെ കുറച്ച് വീടുകളൊക്കെ കാണുന്നത്. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഊട്ടിയിൽ വരുമ്പോൾ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. അത് ഞങ്ങൾ രാവിലെ ഇന്നലെ നൈറ്റ് ഗ്രില്ലൊക്കെ ചെയ്ത ഏരിയയാണ്. ഗ്രില്ല് ചെയ്തു. അങ്ങനത്തെ ടൈം അടിപൊളിയാണ് ഇവിടെ. ഏതായാലും അതാണ് ഒട്ടല്ലേ. എനിക്കറിയില്ല സാധനത്തിന് എന്താണ്. അത് നമ്മൾ കെയർ ടേക്കറുടെ മോളാണ് ജാസ്മിൻ. ഷബേബിനെ പോലെ തന്നെ കാണാൻ ജാസ്മിൻ. റിസോർട്ടിലെ ഫ്ലവേഴ്സൊക്കെ പറിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മുടെ ജാസ്മിൻ ബേബിക്ക് സങ്കടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ വിളിച്ച് കാണിച്ചു കൊടുക്കണം. പൂ പറിച്ചിട്ട് ഇവർ രണ്ടുപേരും കേട്ടോ നമ്മുടെ കെയർ ടേക്കർ ഹോം സ്റ്റേയിലുള്ള. ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് കേട്ടോ. അപ്പോൾ അവർ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഗരം ടീ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഹോട്ട് ടീ ആണ്. നമുക്കിത് കുടിക്കാം. ഇവിടെ സൺറൈസ് കാണാൻ വന്നതാണ്. നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് അവിടെ കോട ഇറങ്ങി തുടങ്ങിയിട്ടോ. ഇപ്പോൾ ഇവിടെ തണുപ്പാവും. സിനു, എങ്ങനെയുണ്ട് ഇന്നത്തെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്?
ഈ സ്ഥലത്തിനെ പറ്റി എന്താ എക്സ്പീരിയൻസ് പറയും? നല്ല രസം മക്കളെ. മലന്റെ മുകളിൽ നമ്മളെ വീട്. എല്ലാരും ഇവിടെ വന്നൊന്ന് താമസിക്കണം അല്ലേ? അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ കുട്ടികളുടെ ഒരു പൊതുവെയുള്ള അഭിപ്രായം കേട്ടോ ഓളെന്ന് കേട്ടത്. എല്ലാവരും ഇവിടെ വരണം, താമസിക്കണം, ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങൾ. നമുക്ക് പോകുമ്പോൾ ഒരു കഷ്ണം കൊണ്ടുപോകാം. പിടിക്കുവാന്ന് അറിയില്ല. കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. പൊളി. നമുക്ക് വലിയൊരു ബാൽക്കണിയാണ് കേട്ടോ ഉള്ളത് ഇവിടെ. ഒരു അടിപൊളി ബാൽക്കണിയാണ്. നമ്മളിപ്പോൾ മോർണിംഗ് ഫുഡ് കഴിച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും, വെക്കേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കാണാണ്ട് അവിടേക്ക് ഒന്ന് കയറിയിട്ട് നമ്മൾ നേരെ ഇന്ന് നമ്മൾ ഇന്നത്തേക്ക് 2 ദിവസമായിട്ട് വന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും, വെക്കേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കാണാണ്ട് അവിടേക്ക് ഒന്ന് കയറിയിട്ട് നമ്മൾ നേരെ ഇന്ന് നമ്മൾ ഇന്നത്തേക്ക് 2 ദിവസമായിട്ട് വന്നിട്ട് കിട്ടിയോ? രണ്ടിനും കിട്ടിയോ? ചായ വേണ്ടേ? ടീ എടുത്തു. കഴിഞ്ഞാലും പിന്നെ ഇനി പോക്കല്ലോ ഒന്നും ഉണ്ടാവില്ല. ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാണ് കേട്ടോ, നടക്കാൻ ഇറങ്ങാണ്. സിനു കം. പുറത്തുള്ള വ്യൂസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങാണ്. അങ്ങനെ നടന്നുകൊണ്ട് കണ്ട ഗൈസ്. ഇവിടെ ഫുള്ള് കോടിറങ്ങി സീനാണ് ഗൈസ്. ഇവിടെ ട്രക്കിങ്ങിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഏരിയ ആണ് കേട്ടോ ഗൈസ്. നമ്മളിങ്ങനെ ഒരു വഴി കണ്ടപ്പോൾ ഇറങ്ങി നോക്കുകയാണ്. ഫുള്ള് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നിറഞ്ഞൊരു വഴിയാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി നോക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്. അതാ വരും. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? ഓര് വന്നിട്ട് കുടിച്ചോളൂ, നമുക്കൊക്കെ കുടിക്കാം. ഇനി ഇതൊക്കെ നമ്മുടെ ഹോം സ്റ്റേ ചെയ്യുന്ന സിഞ്ചന ഹോം സ്റ്റേയിലുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പം ഞാൻ ഫ്ലവേഴ്സ് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്ലവേഴ്സാണ്. റോസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പല വെറൈറ്റീസ് റോസ് ഉണ്ട്. നല്ല റെഡ്, ഓറഞ്ച്, വൈറ്റ്, പിങ്ക്, അങ്ങനെ പല തരമുണ്ട്. ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് നമുക്ക് കാണാം. എങ്ങനെ ചോദിക്കും?
ആ നമ്മളെല്ലാ ഫ്ലവർ കൊടുത്തില്ല റിസു. പോയി മച്ചു പോയി മച്ചു അതടി നമ്മളെ മോളിലടി മച്ചോ നമ്മളെ മോളുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ വകയാണ്. പൂരിയും ബാജി കറിയാണ് ഉള്ളത്. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ചിക്കൻ പൊരിച്ചിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് വരെയാണ് നമുക്കിവിടെ സമയം തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ കാണാൻ പോവാ റിസു. ഇതിലൊന്ന് ഓടി കളിക്കുക ഈ പുല്ലില്. പോവാണ്. വാ അപ്പൊ നമ്മൾ അവിടുന്ന് റിട്ടേൺ വരാനായി. അപ്പൊ നമ്മൾ അവിടുത്തെ കണ്ട ജാസ്മിൻ ബേബിക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വെച്ചിട്ട് എൻ്റെ റിസ് ബേബിയുടെ പാവക്കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പൊ ആ ഡോളിനെ നമ്മള് ജാസ്മിനിക്ക് കൊടുത്തിട്ടാണ് കേട്ടോ വന്നത്. നമ്മൾ പോരുമ്പോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ വെച്ചിട്ട് റിസുവിന്റെ ഡോള് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. അവൾക്ക് അത് കിട്ടിയപ്പോ സന്തോഷമായിട്ട് അതിനെ കൊണ്ട് കളിച്ചോണ്ടിരുന്നത്. ഇറങ്ങിയത്. അപ്പൊ നമ്മളെ വണ്ടിയിലോട്ട് കയറുകയാണ് എല്ലാവരും. കഴിഞ്ഞു. ഞങ്ങൾ ആദ്യം താഴത്തേക്ക് ഇറങ്ങി, ഇപ്പൊ വീണ്ടും മേലെ സ്ഥലം നോക്കി എവിടെയൊക്കെ പോയി 2 ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് ഇവിടൊക്കെ ഫുള്ള് പെണ്ണുങ്ങളെ எந்த எதிர்பார்ப்போ இல்லை
2 കിലോമീറ്റർ കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ നടന്നിട്ട് ഒരു ജീവായ ജന്തു 2 കിലോമീറ്റർ. പൈൻ ഫോറസ്റ്റിലേക്ക് കണ്ടപ്പോൾ പോണേ. പൈൻ ഫോറസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പൈൻ ഫോറസ്റ്റിൻ്റെ അപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെയൊക്കെ കുറേ കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുത്തിട്ട് പൈൻ ഫോറസ്റ്റിലേക്ക് കേട്ടോ. അടിപൊളി പ്ലേസ്, നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലാണ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. താഴെയൊക്കെ നടന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ ഇതിലുള്ള വീഡിയോസൊക്കെ പൈൻ ഫോറസ്റ്റിലേക്ക് ഇറങ്ങാൻ കേട്ടോ. കുരങ്ങുണ്ട് കേട്ടോ അവിടെ. പതുക്കെ പതുക്കെ. ഓക്കെ. ആ നാറിക്കുളങ്ങളാണ്. ആ ഇനി കല്ലുമ്മ തന്നെ ചോട്ടണം. അങ്ങനെ അങ്ങനെ ആ അതാ എൻ്റെ കൈമ കൊടുത്തു. കുതിര സവാരി.
ഇന്ത്യയിലല്ല അതൊക്കെ ഞാൻ എടുത്ത് ഇന്ത്യയിലല്ല അതൊക്കെ ഞാൻ എടുത്ത് എങ്ങോട്ട് ഇതിനുള്ളിൽ മൊത്തം അങ്ങനെ ആക്കിയിട്ട് നിങ്ങളല്ല ഊട്ടിയിൽ കുറങ്ങനെ കാണുന്നില്ല. ചോള തിന്നു ചോള തിന്നു അപ്പോൾ നമ്മൾ പൈൻ മരങ്ങളതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ നമ്മളെ വണ്ടിയിലേക്ക് കയറാണ് കേട്ടോ. എന്താ തിന്നത് റിസോ? ലുലു എന്താ തിന്നേ? ലുലു
ഞാനെടുത്തു നമ്മൾ അതിനെ വാങ്ങിക്കട്ടോ. നട്ടി ഫാക്ടറിന്റെ മുകളിലേക്ക് കയറാൻ പോവാണ്. ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മളങ്ങനെ കേറി നോക്കാം അതിനുള്ളിൽ എന്തൊക്കെയാണ് കാണുന്നത് നോക്കിയ. നമ്മളെ വണ്ടി സ്റ്റക്കായിട്ട് റോഡിൽ കിടക്കാണ് ഗൈസ്. അതിനോട് ചുരം ബാക്ക് ചുരത്തിലും ഇത്ര തണുപ്പുണ്ടാവില്ലല്ലേ? അവിടെ ഏറി വന്നൊരു 10-12 വരെ പോകും. ഏറ്റവും തണുപ്പല്ല. അതിലും അത്രയൊക്കെ തന്നെ ഉണ്ടാവും. ഇവിടെ മൈനസിലേക്ക് റേറ്റ് കുറച്ചുകൂടി പൊന്തിക്ക്. അത് നന്നാക്കാൻ ഇനി 1 മണിക്കൂർ എടുക്കും. അപ്പോൾ ആ 1 മണിക്കൂർ ഗ്യാപ്പിൽ നമ്മൾ അവിടെ മുകളിൽ കയറി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുത്തിട്ട് വരാം. അത് നന്നാക്കാൻ ഇനി 1 മണിക്കൂർ എടുക്കും. അപ്പോൾ ആ 1 മണിക്കൂർ ഗ്യാപ്പിൽ നമ്മൾ അവിടെ മുകളിൽ കയറി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുത്തിട്ട് വരാം. തേയിലത്തോട്ടം അല്ല നമ്മള് കേറി അല്ല പുലി ആക്രമിച്ചു എന്നൊക്കെ കേൾക്കാ. തേയിലത്തോട്ടത്തിൽ നിന്ന് പേടിയാണ്.
അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഇരുടായിട്ടോ, പക്ഷേ നമ്മൾ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല, കുറച്ചൊക്കെ മൃഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. മാന്, കാട്ടുപോത്ത്, കാട്ടുപന്നി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ കണ്ട്. നമുക്ക് കടുവേനൊന്നും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് ഒന്നാമത് ഇരുടായിട്ടുണ്ട്. ആനേനെ കണ്ടിട്ടു, 2-3 ആനേനെ. ടൈം നല്ല ഇരുടായി. ശരി, നമുക്ക് മൃഗങ്ങളൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാണുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് കാണിക്കാം. ഈ യാത്ര കഴിഞ്ഞിട്ട് ക്ലിയർ ഇല്ല, അപ്പോൾ ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. എങ്ങോട്ടാ പോണേ? മൈസൂർ. എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ പോണേ? അപ്പൊ നമ്മുടെ ഊട്ടിന്ന് വന്നിട്ട് നേരെ മൈസൂരിലേക്കാണ് കേട്ടോ പോണേ ഗൈസ്. അപ്പൊ മൈസൂരും കൂടി ഒന്ന് ട്രിപ്പ് അടിച്ചിട്ട് പെട്ടെന്ന് റിട്ടേൺ വരാമെന്ന് വിചാരിച്ചു. മൈസൂരിലേക്കുള്ള റൂട്ടിലാണ്. മാന്റെ കണ്ട, അതാ മാനതാ നടന്നു പോണേ. മാന്റെ കണ്ട, മാന് ഗൈസ്, ഒരു കൂട്ടം മാനിത് കാണുന്നില്ല. മാനതാവേ, മാനി കണ്ട, മാനെ കണ്ട. അതടി അതാ നിക്കണേ.